കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ് പാൽ. രാവിലെ ഒരു ചായ ഉണ്ടാക്കുന്നത് മുതൽ കുട്ടികൾക്ക് പാൽ നൽകുന്നത് വരെ പാലില്ലാതെ ഒരു ദിവസം പോലും പലർക്കും ചിന്തിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മിൽമ പാൽ വില വർദ്ധിക്കുമ്പോൾ സാധാരണക്കാരുടെ ആദ്യ പ്രതികരണം ഒരേപോലെയാണ്: ഇനി എന്തൊക്കെ വില കൂടാനാണ് ബാക്കി? പക്ഷേ ഈ വില വർധനയ്ക്ക് പിന്നിൽ എന്താണ് യഥാർത്ഥ കാരണം? മിൽമ വെറുതെ വില കൂട്ടുകയാണോ, അതോ അതിന് പിന്നിൽ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളുണ്ടോ? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, മിൽമ സ്വയം പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമല്ല എന്നതാണ്. കേരളത്തിലെ ആയിരക്കണക്കിന് ക്ഷീര കർഷകരിൽ നിന്നാണ് മിൽമ പാൽ ശേഖരിക്കുന്നത്. അതിനാൽ തന്നെ പാൽ വിലയുടെ അടിസ്ഥാന ഘടകം കർഷകർക്ക് നൽകുന്ന വില തന്നെയാണ്. ഒരു കാലത്ത് പശു വളർത്തൽ ഗ്രാമങ്ങളിലെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. ഒരു പശുവിനെ വളർത്തുക എന്നത് വളരെ ചിലവേറിയ കാര്യമായി മാറിയിരിക്കുകയാണ്. പശുവിന് നൽകുന്ന കാലിത്തീറ്റയുടെ വില കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ തോതിൽ വർദ്ധിച്ചു. മുമ്പ് ഒരു ചാക്ക് കാലിത്തീറ്റ വാങ്ങാൻ നൽകിയ തുകയല്ല ഇന്ന് നൽകേണ്ടത്. അതുപോലെ തന്നെ വൈക്കോൽ, പുല്ല്, മറ്റ് പോഷകാഹാരങ്ങൾ എന്നിവയുടെ വിലയും ഉയർന്നു. മരുന്നുകൾ, വാക്സിനേഷൻ, വെറ്റിനറി ചികിത്സ, കൃത്രിമ ബീജദാനം തുടങ്ങി എല്ലാ മേഖലകളിലും ചിലവ് കൂടിയിട്ടുണ്ട്. ഇതിനൊപ്പം തൊഴിലാളികളുടെ വേതനവും വർദ്ധിച്ചു. മുമ്പ് കുടുംബാംഗങ്ങൾ മാത്രം ചെയ്തിരുന്ന പല ജോലികൾക്കും ഇന്ന് നമ്മൾ മറ്റു തൊഴിലാളികളെ ആശ്രയിക്കേണ്ട അവസ്ഥയുണ്ട്. ഇതിന്റെ ഫലമായി 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുവാൻ കർഷകർക്ക് ചെലവാകുന്ന തുക ഗണ്യമായി ഉയർന്നു. എന്നാൽ പാൽ വാങ്ങുന്ന വില അതേപടി തുടരുകയാണെങ്കിൽ കർഷകർക്ക് ലാഭം ലഭിക്കില്ല. ചിലപ്പോൾ നഷ്ടം പോലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇന്ന് കേരളത്തിലെ ക്ഷീരമേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ലാഭം കുറയുമ്പോൾ പല കർഷകരും പശു വളർത്തൽ ഉപേക്ഷിക്കാൻ തുടങ്ങും. ചിലർ പശുക്കളുടെ എണ്ണം കുറയ്ക്കും, ചിലർ പൂർണ്ണമായും ഈ മേഖലയെ വിട്ടുപോകും. ഇത് സംഭവിച്ചാൽ കേരളത്തിലെ പാലുൽപാദനം കുറയും. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് കൂടുതൽ പാൽ കൊണ്ടുവരേണ്ടതായി വരും. അങ്ങനെ വന്നാൽ ഭാവിയിൽ വില ഇനിയും വർദ്ധിക്കും. ഇതിനാലാണ് കർഷകർക്ക് കൂടുതൽ വില നൽകണമെന്ന ആവശ്യം ശക്തമായത്. കർഷകർക്ക് ന്യായമായ വരുമാനം ഉറപ്പിക്കാൻ മിൽമയ്ക്ക് പാൽ വില വർദ്ധിപ്പിക്കേണ്ടി വന്നു. പക്ഷെ പ്രശ്നം അവിടെ തീരുന്നില്ല. കർഷകരിൽ നിന്ന് പാൽ വാങ്ങിയ ശേഷം അത് ഉപഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തിക്കാൻ വലിയൊരു ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട്. ദിവസവും ആയിരക്കണക്കിന് ലിറ്റർ പാൽ ശേഖരിച്ച്, ശീതീകരിച്ച്, ഫാക്ടറികളിൽ സംസ്കരിച്ച്, പാക്ക് ചെയ്ത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഈ മുഴുവൻ പ്രക്രിയയ്ക്കും വലിയ ചെലവുണ്ട്. ഇന്ധനവില ഉയരുമ്പോൾ ഗതാഗത ചെലവും കൂടും. ഒരു പാൽ വാഹനം ദിവസവും 100 കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്നു. ഡീസലിന്റെ വില വർദ്ധിക്കുമ്പോൾ അതിന്റെ ആഘാതം നേരിട്ട് മിൽമയുടെ പ്രവർത്തന ചെലവിൽ പ്രതിഫലിക്കും. അതുപോലെ വൈദ്യുതി ചെലവും പ്രധാന ഘടകമാണ്. പാൽ ശേഖരിച്ച ഉടൻ തണുപ്പിച്ച് സൂക്ഷിക്കേണ്ടതുണ്ട്. ശീതീകരണ സംവിധാനങ്ങൾ തുടർച്ചയായി പ്രവർത്തിക്കണം. അതിനനുസരിച്ച് വൈദ്യുതി നിരക്കുകൾ ഉയരുകയും ചെയ്യും. ഇതിനു പുറമെ പാക്കേജിംഗ് സാമഗ്രികളുടെ വിലയും കൂടിയിട്ടുണ്ട്. നമ്മൾ വാങ്ങുന്ന ഓരോ പാക്കറ്റിനും ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ, അച്ചടി, സംഭരണം എന്നിവയ്ക്ക് പ്രത്യേക ചെലവുണ്ട്. ആഗോള വിപണിയിലെ അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം ഈ മേഖലയെയും ബാധിച്ചിട്ടുണ്ട്. അതിനാൽ കർഷകർക്ക് നൽകുന്ന വില മാത്രമല്ല, പാൽ ശേഖരണം മുതൽ വിതരണം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ചിലവ് ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സാധാരണ ഉപഭോക്താവിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നമുക്ക് നോക്കാം. ഒരു കുടുംബം ദിവസം ഏതാണ്ട് 2 ലിറ്റർ പാൽ വാങ്ങുന്നുണ്ട് എന്ന് കരുതുക. 1 ലിറ്ററിന് ഏതാനും രൂപയുടെ വർധനവ് പോലും മാസാവസാനത്തിൽ നല്ലൊരു അധിക ചെലവായി മാറാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ വിലയും വൈദ്യുതി ബില്ലും സ്കൂൾ ചിലവുകളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പാൽ വില കൂട്ടുന്നത് കുടുംബ ബഡ്ജറ്റിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ പല ഉപഭോക്താക്കളും വില വർധനയെ വിമർശിക്കുന്നുണ്ട്. അവരുടെ ആശങ്കയും ന്യായമാണ്. പക്ഷേ മറുവശത്ത് കർഷകരുടെ അവസ്ഥയും യാഥാർത്ഥ്യമാണ്. ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് പാൽ വിൽക്കേണ്ടി വന്നാൽ കർഷകർക്ക് ഈ മേഖലയിൽ തുടരാൻ സാധിക്കില്ല. ഇവിടെയാണ് മിൽമയ്ക്ക് ഒരു സന്തുലനം നടത്തേണ്ടി വരുന്നത്. ഒരു വശത്ത് കർഷകർക്ക് ന്യായമായ വില നൽകണം, മറുവശത്ത് ഉപഭോക്താക്കൾക്ക് അമിതഭാരം ഉണ്ടാകാതിരിക്കുകയും വേണം. ഈ 2 വിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വിലവർദ്ധനവ് പോലെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. ചില വിദഗ്ധർ പറയുന്നത് കേരളത്തിലെ ക്ഷീരമേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ സർക്കാർ പിന്തുണ വർദ്ധിപ്പിക്കണമെന്നാണ്. കാലിത്തീറ്റയ്ക്ക് സബ്സിഡി നൽകുക, കർഷകർക്ക് കൂടുതൽ സഹായങ്ങൾ നൽകുക, ഉൽപാദന ചെലവ് കുറയ്ക്കുവാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുക തുടങ്ങിയ നടപടികൾ സ്വീകരിച്ചാൽ ഭാവിയിൽ വിലവർധനയുടെ സമ്മർദ്ദം കുറയ്ക്കുവാൻ സാധിക്കും.
അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാനും കഴിയും. ഒരു പശുവിൽ നിന്ന് കൂടുതൽ പാൽ ലഭിക്കുന്ന രീതികൾ വ്യാപകമാകുമ്പോൾ കർഷകരുടെ വരുമാനവും വർദ്ധിക്കും. അവസാനമായി പറഞ്ഞാൽ, മിൽമ പാൽവില വർധന എന്നത് ഒരു സ്ഥാപനത്തിന്റെ ലാഭം മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ള തീരുമാനം എന്നതിലുപരി കർഷകരുടെ ഉൽപാദന ചെലവ്, കാലിത്തീറ്റയുടെ വിലക്കയറ്റം, ഇന്ധന ചെലവ്, വൈദ്യുതി നിരക്ക്, പാക്കേജിംഗ് ചെലവ്, ഗതാഗത ചെലവ് തുടങ്ങി നിരവധി ഘടകങ്ങളുടെ ഫലമാണ്.